ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ അഭിനവ്. അപ്പോൾ നമ്മൾ ഇന്നൊരു നമ്മുടെ മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസിൻ്റെ പാർട്ട് 2 ആയിട്ട് കണ്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു അയൺ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ കുറച്ച് സ്പീഡായിരിക്കും, കാരണം ഞാൻ എന്തൊക്കെയോ കാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ കാണും. അപ്പം നമുക്ക് അതിന് തന്നെ ഇങ്ങോട്ട് പോകാം. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ കുറച്ച് ഇതായിരിക്കും, ഞാൻ തിരിച്ച് ഡബ് ചെയ്യുക. അപ്പം എനിക്കെല്ലാം അറിയാം. ഞാൻ ഇവിടെ വന്നിട്ട് കേവ്, ഞാൻ മറ്റേ അയൺ കണ്ടുപിടിക്കാൻ വേണ്ടി കേവ് കണ്ടുപിടിക്കുവാണ്. ഞാനാണെങ്കിൽ കേവിന് വേണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമോ. നോക്കിയപ്പോൾ ഇവിടെ കുറേ കേവ്, പക്ഷേ ഇതിൻ്റെ അകത്തൊന്നും അതോട്ട് വേണ്ടി ഇതില്ല. ഞാനിപ്പോൾ ഒരു കാര്യം ഓർത്തത്, ഞാൻ ഇതിൻ്റെ അതോടെല്ലാം കയറുന്നതിന് മുമ്പായിട്ട് ഞാൻ ടോർച്ച് ഉണ്ടാക്കിയില്ല. എന്നിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കയറി നടക്കും. ഇതാണ് കേസ്. ഈ ക്രീപ്പറിൻ്റെ ശല്യം ഇതാ, വെറുതെ വന്ന് പൊട്ടും. ഞാനാണെങ്കിൽ എന്തോ രാത്രി ഇറങ്ങിയാണെന്നാ ഈ സാധനം വന്ന് എൻ്റെ പുറകിൽ നിന്ന് ഒറ്റപ്പൊട്ടില്ല. എൻ്റെ ഫോണൊക്കെ ലാഗായിപ്പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് കേവ് കണ്ടിക്കാം ഗൈസ്. അപ്പോൾ ഞാൻ ഈ തുടങ്ങാൻ നേരം ഒരു കേവിൻ്റെ അടുത്ത് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ കോപ്പർ വേണ്ട സാധനമെന്നൊക്കെ, ആ കേവാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. അപ്പം ആ കേവ് കിട്ടുവാണെങ്കിൽ കാണാൻ അതിൻ്റെ അടുത്ത് ഞാൻ അയാളാണോ എൻ്റെ സാധനം കണ്ടപോലെ എനിക്ക് തോന്നി, ഉറപ്പില്ല. അപ്പോൾ നോക്കുവാണ്, ഇതാണോ ഈ കേവാണ്, ഞാൻ മറന്നുപോയി. അല്ല, ഈ കേവ് എല്ലാം തോന്നുന്നു, എനിക്ക് ഉറപ്പ് ഈ കേവ് അല്ല. പക്ഷെ ഞാൻ എന്നാലും ഇതിൻ്റെ അകത്ത് കയറി മൈൻ ചെയ്യുന്നുണ്ട്. കോപ്പർ ഞാൻ ഇപ്പോഴാണ് തോന്നുന്നു ടോർച്ചിൻ്റെ ആയി ഓർത്തത്. അപ്പോൾ ഞാൻ ടോർച്ച് ഉണ്ടാക്കാൻ വേണ്ടി കോപ്പറല്ല സോറി സെറ്റിപ്പോൾ കോള് മൈൻ ചെയ്യുവാണ്. അതുകൊണ്ട് ഈ നമ്മൾ അയൺ കണ്ടുപിടിച്ച് എൻ്റെ മോനെ. ഞാൻ ഇപ്പോൾ കോളെടുക്കണോ അയൺ എടുക്കണം, പക്ഷെ ഞാൻ അതിൻ്റെ തന്നെ ഫസ്റ്റ് എടുത്ത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് അയൺ കിട്ടി ഗൈസ്. പിന്നെ നമുക്ക് നമ്മുടെ കോപ്പർ എടുക്കാം. ഞാനിതെല്ലാം മൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാത്രി ആയ ആരും ഓർത്തില്ല. ഇപ്പോഴല്ല, കുറച്ച് കഴിയുമ്പോൾ ഞാൻ രാത്രി ആയ ആരും ഓർത്തില്ല. ഞാനങ്ങ് ഇവിടെ ഇരുന്ന് അങ്ങ് കോളും എല്ലാം കൂടെ ഇന്ന് അങ്ങ് മൈൻ ചെയ്യും. എനിക്ക് പിന്നെ ഞാൻ ടോർച്ചിൻ്റെ കാര്യം ഓർത്ത്, ഇരുട്ടായുണ്ട്. പിന്നെ ഞാൻ ടോർച്ച് ഉണ്ടാക്കാൻ വേണ്ടി ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് നമ്മൾ ടോർച്ച് ഉണ്ടാക്കുകയാണ്. ഞാൻ അവിടെ കുത്തി വെക്കും. എന്നിട്ട് ഞാൻ പിന്നെ നമ്മുടെ മൈനിങ് തുടരും. കോപ്പർ എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റിലെ എനിക്കൊന്ന് കുറേ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇതിപ്പോൾ ഒരിടത്ത് സ്പോണായി തന്നെ കുറേയും കാണും, അതിൻ്റെ പുറകിലോട്ടൊക്കെ കുറേയും കാണും. ഗൈസ്, പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം, എന്നാലേ നമുക്ക് വീഡിയോ ഇടാൻ ഇതൊക്കെ വരത്തുള്ളൂ. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഗൈസ്, ഇനിയും ചിലപ്പോൾ അടുത്തൊരു 3rd പാർട്ടൂടെ ഞാൻ ഇട്ടിട്ട് പിന്നെ ഈ പാർട്ടൊക്കെ ഇച്ചിരി ലാഗായിരിക്കും, കാരണം എക്സാമൊക്കെ വരുവാണ്. ഈ മാസം 24-നൊക്കെ എക്സാം തുടങ്ങുന്നുണ്ട്. പിന്നെ എനിക്കൊന്ന് മാർച്ച് 20-ാം തീയതി തീരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കിനി വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ 3rd പാർട്ടൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടെ ഞാൻ എഡിറ്റ് ചെയ്തിടും, അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ലാഗടിക്കും. പിന്നെ ഏപ്രിലൊക്കെ ആകുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരിക. ഞാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോൾ എന്നെ വന്ന് എന്തോ അറ്റാക്ക് ചെയ്ത് സോംബി. ഞാൻ അയൺ കണ്ടുകൊണ്ട് പോയാന്ന് തോന്നുന്നു. ഞാൻ സോംബി ഒന്ന് അടിച്ചിട്ട് പിന്നെ ഏതോ ഒരു കട്ടിൽ സ്പോണായി. പിന്നെ ഞാൻ കട്ടിലിൽ പോയി രാവിലെ ആക്കി അയൺഗോളം സോംബീസിൽ നിന്ന് കട്ട ഫൈറ്റാണ്. ഇപ്പം ഞാൻ തോന്നുന്നു ഞാൻ ആ കേവ് കണ്ടുപിടിക്കാൻ നടക്കുന്നത്. ഞാൻ നടക്കുന്നപ്പോൾ ഞാൻ ഈ വില്ലേജ് ഒന്ന് ചുറ്റുവാണ്. എന്നിട്ട് എനിക്ക് ആ പിന്നെ എനിക്ക് ആ കേവ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ ഏതൊക്കെയോ കേവിൽ പോകുന്നു. ഈ കേവാണ് ഗൈസ്, ആ കേവാണ്. എനിക്കൊരു സംശയമുണ്ട്. ഞാൻ പക്ഷേ എൻ്റെ അകത്തോട്ട് കയറിയില്ല. ആ കേവായിരുന്നു നമ്മൾ നേരത്തെ കയറിയത്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെയൊക്കെ ചെന്ന് വേറെ ഏത് വലിയ കേവ് കണ്ടുപിടിച്ചു. ഞാൻ ഈ വില്ലേജിൻ്റെ ചുറ്റും കിടന്ന് ഓടുക കേവ് കണ്ടുപിടിക്കാൻ. എന്നിട്ടും കേവ് കിട്ടുന്നില്ല. എന്നാലും അധികം അങ്ങോട്ട് ദൂരോട്ട് പോകുന്നില്ല, കാരണം പോയാൽ പിന്നെ നമ്മുടെ വില്ലേജ് കളഞ്ഞു പോകും. വില്ലേജ് കളഞ്ഞ് എല്ലാം തരും.
അപ്പോഴത്തേക്കും ഞാൻ ആ വീഡിയോ അവിടെ വെച്ച് കട്ടേക്കാണ്. ഞാൻ പിന്നെ കുറേ നേരം ചുമ്മാ കിടന്ന് ഓടും. എനിക്ക് എന്നിട്ടും ഒന്നും കേവ് കിട്ടുന്നില്ല. പിന്നെ എനിക്ക് ഏതൊരു കേവ് കിട്ടിയപ്പോൾ അതിൻ്റെ 2 അയണ് കിട്ടി. ഇങ്ങനെ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ അയണ് കിട്ടി. പിന്നെ ഞാൻ ഇന്ന് കോളങ്ങ് മൈൻഡ് ചെയ്യും. എനിക്ക് എന്ത് ഇഷ്ടം, എനിക്ക് എന്ത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഇഷ്ടം. പിന്നെ ഞാൻ നോക്കും, മുമ്പേ നമ്മൾ ഒരു സ്ഥലത്ത് വീണില്ല അയണ് കണ്ട, അതാണോ നോക്കിയതാണ്. പക്ഷെ അവിടെ അല്ലെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ നേരത്തെ വന്ന ഒരു വെള്ളമുള്ള ഒരു സ്ഥലത്ത് പിന്നെ ഞാൻ വന്നു. പിന്നെ ഞാൻ ഇറങ്ങണോ വേണ്ടെന്ന് കുറേ നേരം നിന്ന്. അപ്പം എന്നിട്ട് ഞാൻ പിന്നെ മനസ്സിലായി എന്നെ ഇറങ്ങണ്ട. പിന്നെ ഞാൻ കുറേ ഫുഡിന് നമ്മുടെ പിഗിനെയും കൗവിനെയൊക്കെ വെട്ടിക്കൊന്നു. പിന്നെ നമ്മുടെ കോഴിയെ നമ്മൾ വെട്ടി. ഗൈസ്, എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കൊരു ഹൗസ് ബിൽഡ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പം തൽക്കാലം നമ്മുടെ വില്ലേജ് ഏതെങ്കിലും ഒരു ഹൗസിൽ കയറി കിടക്കാം. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ എഡിറ്റും ചെയ്തിട്ടില്ല. അതിൻ്റെ അകത്ത് കുറേ കട്ടാക്കാനും സ്പീഡപ്പ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ തൽക്കാലം ഇത് കാണാം. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടും ചിലപ്പോൾ കുറച്ചൊക്കെ ലാഗാവുന്ന ഉണ്ട്. പക്ഷെ 3rd പാർട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ലാഗായിരിക്കും, കാരണം എക്സാമൊക്കെ ആയതുകൊണ്ട്. അപ്പം ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് ഗൈസ്, അപ്പം ഞാൻ സംസാരിച്ച് വീഡിയോ തീർന്ന ഓർത്തില്ല. അപ്പം ഗൈസ്, എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പോൾ അടുത്ത പാർട്ടും കൂടെ വരും. അപ്പോൾ അത് കണ്ട് പിന്നെ ഭയങ്കര ലാഗായിരിക്കും. പിന്നെ ഒരു ഏപ്രിലൊക്കെ ആകുമ്പോഴേ വീഡിയോ ഒരു മാർച്ച് ലാസ്റ്റ് അല്ലെങ്കിൽ ഏപ്രിലൊക്കെ ആകുമ്പോഴേ വീഡിയോ എടുത്തുള്ളൂ. പിന്നെ എക്സാം ആയതുകൊണ്ട് നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് നല്ലോണം വീഡിയോ ഒക്കെ ഇടാം, കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഗൈസ്, നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ഗൈസ്, ബൈ.